ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദീദിയൊക്കെ വരുന്നതിന്റെ റീസൺ എന്താന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാന്ന് പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു 11 വർഷത്തിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം വരാൻ പോവാണ്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീദിയൊക്കെ വന്നേക്കുന്നത്. ഇന്ന് നമ്മളപ്പോ ബ്രൈഡിന് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞ് വൈകിട്ട് ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ അല്ലൂറയിലേക്കാണ് പോയത്. അവിടെ നമ്മൾ ബ്രൈഡിനുള്ള ഔട്ട്ഫിറ്റും ഓർണമെന്റ്സും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മി സാനിയും കൂടെ വാഷ്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞു അറിയുന്നത് ഉമ്മാന്റെ ഉമ്മയാണ്. ഞാനും സാനിയും കുറെ നേരം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും വെള്ളം വന്നില്ല. ലാസ്റ്റ് കുഞ്ഞു ഞങ്ങളോട് പറഞ്ഞത് മേലൊക്കെ പൊക്കിയാൽ വെള്ളം വരും. ടെക്നോളജിയിൽ കൂടുതൽ അന്താ ഞങ്ങൾ അമ്മമാക്കാണ് ഞങ്ങൾ അപ്പൊ തിരിച്ചറിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ബേബിക്ക് ഫുഡ് വാങ്ങാനാണ് നമ്മൾ പോയതെങ്കിലും ഷെസിനിക്ക് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ അവിടെ വാശി പിടിച്ച് നിൽക്കായിരുന്നു. ആരും കാണാതെ ചാടി പോകുന്ന ഞങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ രണ്ടാളും വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നേരത്തെ ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ഒരു മാംഗോ ഐസ്ക്രീം ആണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഫാമിലിയിലേക്കാണ് പോയത്. ഇവിടെ എത്തിയപ്പോൾ ഉമ്മ എല്ലാവർക്കും നേരത്തെ വാങ്ങിച്ച ഐസ്ക്രീംസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് ഞാനൊരു ലിച്ചു കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മാഷ്മെല്ലോ ഉണ്ടപ്പോൾ ഒരു വീഡിയോ കൂടെ എടുത്ത്. അങ്ങനെ നമ്മൾ മസാലയിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ ഞാനൊരു മന്തി ഫാൻ അല്ല, ബട്ട് എനിക്ക് ഇവിടുത്തെ മന്തി നല്ലോണം ഇഷ്ടപ്പെട്ടു. അവസാനം നമ്മൾ പിന്നെ ഒരു പെപ്സിയും കൂടെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് സാമിയിലേക്കാണ്. ഇവിടുന്ന് നമ്മൾ ബ്രൈഡിന് വേണ്ടിയിട്ട് കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തായത്തിലേക്കാണ് വന്നേക്കുന്നത്. രാത്രി ഫാമിലി കസിൻസും ഒക്കെ ആയിട്ട് പോകുമ്പോൾ തന്നെ വേറൊരു വൈബാണ്. ഫുഡ് വരാൻ ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറെ നേരം അവിടെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കരുന്നു. ഷെസിൻക്ക് എവിടെ കൊക്കക്കോളയും പെപ്സിയും കണ്ടാൽ അപ്പം അത് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എനിക്കത് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് നമ്മൾ ഒരു ചായയും കുടിച്ചു. അപ്പൊ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഫോർ ആൻഡ് ദ വീഡിയോ.